പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് തോറ്റു തുടങ്ങിയിരിക്കുന്നു. പുച്ഛിച്ചു തള്ളിയ CPIക്ക് മുന്നിൽ പോലും കൈകൂപ്പി നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ CPIയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന് മുന്നിലാണ് മുഖ്യമന്ത്രിക്കും CPMനും മുട്ടുമടക്കേണ്ടി വന്നത്. സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായതോടെയാണ് ഫണ്ടല്ല ആശയമാണ് പ്രധാനമെന്ന CPIയുടെ സമീപനത്തിലേക്കൊടുവിൽ CPMും മുഖ്യമന്ത്രിയും എത്തിച്ചേർന്നത്. അങ്ങനെ തൻ്റെ മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കിയതിനു ശേഷം 9.5 വർഷത്തിനിടെ ആദ്യമായാണ് പിണറായി വിജയൻ CPIക്ക് മുന്നിൽ കീഴടങ്ങിയത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്ത് സംഭവിച്ചാലും തൻ്റെ വഴിയിൽ തെറ്റില്ല എന്നും തൻ്റെ കൂടെ തൻ്റെ പാർട്ടിയുണ്ടെന്നും ഉറച്ച ബോധ്യമുള്ള സമയത്തൊന്നും തന്നെ പിണറായി വിജയൻ തോറ്റിട്ടില്ല. ഇപ്പോഴിതാ പാവങ്ങളുടെ നികുതിപ്പണം മുതൽ അയ്യപ്പൻ്റെ സ്വർണം വരെ കട്ടുമുടിച്ച ഒരാൾ അത് സത്യമെന്ന് വ്യക്തമായി സ്വയം ബോധ്യമായതിനു ശേഷം തുടർച്ചയായി തോൽക്കുകയാണ്. കുടുംബങ്ങളും പങ്കുകച്ചവടക്കാരുമല്ലാതെ പാർട്ടി പ്രവർത്തകർ എന്ന വലിയൊരു ഹൃദയം തന്നു സ്നേഹിച്ചവർ ആരും തന്നെ കൂടെയില്ല. അവരില്ലാത്ത പിണറായി വിജയൻ വലിയൊരു വട്ടപൂജ്യമാണ്. വട്ടപൂജ്യം. അതാണ് CPIയുടെ മുന്നിൽ ഇന്ന് കൈകൂപ്പി നിന്നത്. രാജയും ബിനോയ് വിശ്വനും രാജനും പ്രസാദും മനിലും ചിഞ്ചൂറാണിയും മുതൽ AIF ASF നേതാക്കൾ വരെ ചങ്കുറപ്പോടെ ഒറ്റക്കെട്ടായി അണിനിരന്നപ്പോൾ കൂടെ ഒരു പട്ടിക്കുഞ്ഞു പോലും സഹായത്തിനില്ലാതെ വല്യേട്ടൻ സ്വയം തിരുത്തുകയായിരുന്നു. PM ശ്രീയിൽ തെറ്റുപറ്റിയ എന്ന് സമ്മതിക്കുകയായിരുന്നു അദ്ദേഹം. 2 തവണ ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് മാറ്റിവെച്ച പദ്ധതിയിൽ ഒരു ചർച്ചയും കൂടാതെ ഒപ്പിടാനുണ്ടായ ഒരു ധൈര്യം അതിപ്പോൾ പിണറായിക്കില്ലാതെ പോയത് ചെറിയ സംഭവമല്ല. ആ ധൈര്യം ഇനിയൊരിക്കലും തിരിച്ചു വരാനും പോകുന്നില്ല. മുന്നണി മര്യാദയുടെയും റൂൾസ് ഓഫ് ബിസിനസിൻ്റെയും ലംഘനത്തിനപ്പുറം RSS നയത്തിന് കീഴടങ്ങിയ പിണറായി വിജയൻ മറ്റൊരു കീഴടങ്ങൽ കൂടിയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. അങ്ങനെ നരേന്ദ്രമോദിയുടെ കാൽക്കൽ വീണ് അപേക്ഷിക്കുന്നതിനൊപ്പം തന്നെ വെറും ചള്ള് ചക്കന്മാരായി കണ്ട CPIയും പിണറായിയുടെ നെഞ്ചിൽ ചവിട്ടി ആനന്ദ നൃത്തമാടുകയാണ്. അതാണ് ഇന്ന് കണ്ടത്. അതിനൊപ്പം തന്നെ പിണറായിയുടെ B ടീമെന്നും പടിക്കൽ കലമുടക്കുന്നവരും എന്നും ആശയം പണയപ്പെടുത്തുന്നവർ എന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കിയ വിനിയോഗം വിശ്വവും CPIയും കേട്ട പഴികളെല്ലാം ഇനി പഴങ്കഥയായി മാറുകയാണ്. CPIക്ക് ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ പാർട്ടിയെ ഈ രാജ്യത്തുള്ളൂ. അത് CPM ആണെന്ന് അവർ തന്നെ തെളിയിച്ചിരിക്കുന്നു. അതും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPM. പിണറായി സ്വയം ഇരന്നു വാങ്ങിയ തോൽവി. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, കണ്ട ഇടത്തെല്ലാം പോയി തോറ്റു തൊപ്പിയിട്ട് വരുന്ന പിണറായി വിജയനെ ഒരു CPMകാരനും സ്നേഹിച്ചിരുന്നില്ല. മറിച്ച് ഏത് പ്രതിസന്ധികളിലും കൊടുങ്കാറ്റ് പോലെ ഉലയാതെ തളരാതെ നിന്ന പിണറായി വിജയനെയാണ് CPMകാർ ചോരയും ജീവനും കൊടുത്ത് ഒപ്പം നിർത്തിയത്. സ്വന്തം കർമ്മദോഷത്താൽ ഇപ്പോൾ മറ്റുള്ളവന്റെ വാദിക്കൽ ഇരന്നു നിൽക്കേണ്ടി വന്ന പിണറായി വിജയന് ഇനി പ്രവർത്തകർ ഒപ്പമുണ്ടാകില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് രാജിയിലേക്കും രാഷ്ട്രീയ വനവാസത്തിലേക്കും പ്രേരിപ്പിക്കുമെന്നുള്ളതിൻ്റെ സൂചനകളാണ് അടുത്ത വൃത്തങ്ങൾ തന്നെ നൽകുന്നത്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം CPIയോട് തോറ്റ പിണറായി വിജയനെ തീർക്കാൻ കേന്ദ്രവും പണി തുടങ്ങുന്നതോടെ അതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് സത്യം.